ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയിരിക്കുന്ന നമ്മോട് വചനം എന്താ പറയുന്നേ? എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത്. അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത്. ആരാധിച്ച് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെട്ടിരിക്കുന്ന മക്കളെ നോക്കി തമ്പുരാൻ പറയുകയാണ്, നിന്റെ അകൃത്യങ്ങൾ ഞാൻ ക്ഷമിക്കും. നിന്റെ അകൃത്യങ്ങൾ ഞാൻ ക്ഷമിക്കും. നിന്റെ രോഗങ്ങൾ ഞാൻ സുഖപ്പെടുത്തും. നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കും. ഹല്ലേലൂയ. എൻ്റെ സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ ഞാൻ കിരീടം അണിയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സഹോദരങ്ങളെ, കർത്താവിനെ ആരാധിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി തമ്പുരാന്റെ തിരുനാമത്തിന് നമ്മൾ മഹത്വം കൊടുക്കുമ്പോൾ കർത്താവ് നമ്മിലേക്ക് ചൊരിയുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുക. നമുക്കറിയാം, നമ്മുടെ ജീവിതം നമ്മുടെ ലൈഫ് വളരെ ഷോർട്ടാണ്. വചനം പറയും, മനുഷ്യന്റെ ജീവിതം പുല്ലുപോലെയാണ്. 103-ാം സങ്കീർത്തനത്തില് കാണുന്നുണ്ട്. എത്രാമത്തെ വചന? 15-ാമത്തെ വചനം. മനുഷ്യന്റെ ജീവിതം പുല്ലുപോലെയാണ്, വയലിലെ പൂ പോലെ അത് വിരിയുന്നു, എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞ് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് വലിയ ഒരു ദുഃഖകരമായ നമ്മുടെ രാജ്യം വലിയൊരു ദുഃഖകരമായ അവസ്ഥയിലൂടെ ഇന്നലെ കടന്നു പോവുകയായിരുന്നു. 265 290 എല്ലാം കൂടി വരികയാണ്. കുറെ മനുഷ്യ ജീവിതങ്ങൾ വെന്ത് എരിഞ്ഞ് കുടിയും ചാരവുമായി മാറിയ നിമിഷ നേരങ്ങൾ കൊണ്ട് എല്ലാം മാറി മറഞ്ഞു. ഇന്നും അതെന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനി അതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാനിരിക്കുക. പക്ഷെ എത്രയോ സ്വപ്നങ്ങളാണ് അല്ലേ, എത്രയോ വലിയ പ്രതീക്ഷകളാണ് അവിടെ എരിഞ്ഞ് അമർന്നത്. മനുഷ്യന്റെ ജീവിതം പുല്ലുപോലെയാണ്, വയലിലെ പൂ പോലെ അത് വിരിയുന്നു, എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞ് പോകുന്നു. നിമിഷ നേരം കൊണ്ട് കൊഴിഞ്ഞു വീഴുകയാണ്. പല പൂക്കളും പ്രഭാതത്തിൽ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നു. പിറ്റേ ദിവസം പ്രഭാതമാകുമ്പോഴേക്കും പലതും കൊഴിഞ്ഞ് വീഴുകയാണ്. ഒത്തിരി പ്രതീക്ഷകളോടെ ജീവിതം കരുപിടിപ്പിക്കാനായിട്ട് അന്യരാജ്യത്ത് പോയി ചോരയും നീരുമൊക്കെ അവിടെ കുടുംബത്തിൻ്റെ പ്രിയപ്പെട്ടവരുടെ ഒരു നന്മയ്ക്ക് വേണ്ടി, കുടുംബത്തിൻ്റെ ഒരു ഉന്നമനത്തിന് വേണ്ടി ജീവിതവും അന്യരാജ്യത്ത് ഇങ്ങനെ ബലി കഴിക്കുന്ന കുറേ മക്കൾ നമുക്കറിയാം. ബലി കഴിക്കുന്നത് തന്നെ പറയാം, ബലി കഴിക്കുന്ന നമുക്കൊന്നും അവരുടെ ലൈഫ് അവിടെ അവർ സാക്രിഫൈസ് ചെയ്യുകയാണ്. സാക്രിഫൈസ് ആവശ്യം അവിടെ അവർ ബലി കഴിക്കുകയാണ് കുടുംബത്തിന് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി. അങ്ങനെ കുറെ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് പോയ മക്കളാണ്. ഈ ഫ്ലൈറ്റ് ക്രാഷായ സമയത്ത് അപ്പം തന്നെ ഉച്ചയ്ക്ക് 2 മണി ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അറിയുന്നത്, 2 മണിക്ക് മുമ്പായിട്ടാണ്. അപ്പം തന്നെ ഞാനത് ഗ്രൂപ്പിലേക്ക് ഇട്ടില്ലേ. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു സംഭവം,
91-92 തോന്നുന്നു ഞാൻ ഫസ്റ്റില് സൗദി അറേബ്യക്ക് പോകുന്ന സമയം. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്ന് പറന്നുയർന്ന ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് പറന്നുയർന്ന് ഏതാനും സമയങ്ങൾ കഴിഞ്ഞപ്പോ വലിയ കൂട്ടം പക്ഷി ഈ എഞ്ചിനിൽ വന്ന് ഇടിച്ചു കയറി. നമുക്കറിയാം, ഒരു പക്ഷി ഇടിച്ചാൽ മതി. പക്ഷെ നമ്മുടെ എയർ ഇന്ത്യയുടെ ഈ അപകടം ഒരുപക്ഷെ അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്, തിരിച്ചുമാകാൻ സാധ്യതയുണ്ട്. എഞ്ചിൻ തകരാറാകാം. അങ്ങനെ ഒരു കൂട്ടം പക്ഷിയാണ് ഇടിച്ച് ഈ അമേരിക്കൻ ഫ്ലൈറ്റിലേക്ക് ഐറ്റിലേക്ക് കയറുക. പെട്ടെന്ന് ഫ്ലൈറ്റിന്റെ നിയന്ത്രണം വിട്ടു. ഫ്ലൈറ്റ് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ ഹഡ്സൺ റിവർ, ആ നദിയുടെ മുകളിലൂടെയാണ് ഈ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുക. ഹഡ്സൺ നദി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ നദിയല്ല. നമ്മുടെ പെരിയാറിന്റെ 3 ഇരട്ടി വലിപ്പം ഉണ്ടാവും, അത്രയും താഴ്ച. പെട്ടെന്ന് ഫ്ലൈറ്റ് അനിയന്ത്രിതമായി താഴാൻ തുടങ്ങി. സിഗ്നൽ കൊടുത്തു, ഉള്ളിലേക്ക് മെസ്സേജ് പാസ് ചെയ്തു, കൺട്രോൾ റൂമിലേക്ക് മെസ്സേജ് പാസ് ചെയ്തു. ഒന്നും ചെയ്യാനില്ല. ചില യാത്രക്കാര്. പക്ഷേ ഈ പൈലറ്റ് ആഴമായ ഒരു ദൈവവിശ്വാസിയായിരുന്നു. അനുദിനം റോസറി ചൊല്ലിക്കൂട്ടുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ നിമിഷം തന്നെ അദ്ദേഹം മറ്റൊന്നും നോക്കിയില്ല. കണ്ണുകൾ അടച്ച് റോസറി കരങ്ങളിലെടുത്ത് എപ്പോഴും കയ്യിലുണ്ട്. ഹേൽ മേരി ഫുൾ ഓഫ് ക്രൈസ്റ്റ്. ഇത് പറഞ്ഞതും കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി. ഇത് പറഞ്ഞതും പെട്ടെന്ന് അതിശീഘ്രം താഴോട്ട് പതിച്ചുകൊണ്ടിരുന്ന ഫ്ലൈറ്റ് പെട്ടെന്ന് കൺട്രോൾ ആവാൻ തുടങ്ങി. കൺട്രോൾ എന്ന് പറയുമ്പോ അതിന്റെ വേഗത കുറഞ്ഞു. ആ ഫ്ലൈറ്റിന്റെ വേഗത കുറഞ്ഞു. ഫ്ലൈറ്റിനകത്ത് വലിയ കരച്ചിലും ബഹളവും പ്രാർത്ഥനയും ഒക്കെ കേൾക്കുന്നുണ്ട്. ഈ പൈലറ്റ് ശക്തമായി മാതാവിന്റെ മാധ്യസ്ഥം വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഫ്ലൈറ്റ് ഹഡ്സൺ നദിയുടെ മുകളില്, വെള്ളത്തിന്റെ മുകളില് ഒരു പക്ഷി എന്ന പോലെ ഈ ഫ്ലൈറ്റ് വന്ന് ഇരിക്കുകയാണ്. പതിക്കുകയല്ല, ഇരിക്കുകയാണ്. നമ്മൾ കടൽക്കാക്കകളെ കണ്ടിട്ടുണ്ട്. കടൽക്കാക്ക പറന്നു വന്ന് വെള്ളത്തിന്റെ മുകളിൽ ഇരിക്കും. അതുപോലെ ഈ ഫ്ലൈറ്റ് ഈ 300 ചില യാത്രക്കാരെയും കൊണ്ട്, ടൺ കണക്കിന് ഭാരമുള്ള ഈ ഫ്ലൈറ്റ്, ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഹഡ്സൺ നദിയുടെ മുകളിൽ വന്ന് ഒരു പക്ഷിയെ പോലെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് മെസ്സേജുകൾ, നമുക്കറിയാം അമേരിക്കയാണ്, അവസാന യാത്രക്കാരനും ഈ ഫ്ലൈറ്റിൽ നിന്ന് ബോട്ടിലേക്ക് ഇറങ്ങി. ഏറ്റവും അവസാനം ഈ ജപമാലയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൈലറ്റും ഇറങ്ങി. ഏറ്റവും അവസാനം പൈലറ്റും ഇറങ്ങി. ഈ പൈലറ്റും ഇറങ്ങി ബോട്ടിലേക്ക് കയറി. ഒരു 10-25 അടി ഈ ഫ്ലൈറ്റിൽ നിന്ന് ദൂരേക്ക് മാറിയ ആ നിമിഷം തന്നെ ഈ ഫ്ലൈറ്റ് നദിയിലേക്ക് താണുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ തന്നത് വിശ്വാസമുള്ള ഒരു വ്യക്തി ഉണർന്ന് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഈ അപകടം ഒഴിവായനെ. ഈ പൈലറ്റ് പിന്നീട് സാക്ഷ്യപ്പെടുത്തിയത് കോക്പിറ്റിന്റെ ഉള്ളിൽ കയറിയാൽ 91-ാം സങ്കീർത്തനം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്തു. ദൈവവചനത്തിന്റെ സംരക്ഷണ ശക്തി, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തി ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന 300 ചില്ലാൻ യാത്രക്കാർ തിരിച്ചറിഞ്ഞു. അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. കരയ്ക്ക് സുരക്ഷിതരായിട്ട് എല്ലാവരും ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയതാണ്, ഇതെന്റെ കഴിവല്ല, ഇതെന്റെ കഴിവല്ല, എനിക്കൊന്നും ചെയ്യാനില്ല, ഞാൻ നിസ്സഹായനായിരുന്നു. കണ്ണടച്ച് ഞാൻ എന്റെ അമ്മയെ വിളിച്ചു, അവന്റെ വചനം ഞാൻ ഓർത്തു, നിനക്കൊരു തിന്മയും വരികയില്ല, നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും എന്റെ കൂടാരത്തെ അദ്ദേഹം പൂർണ്ണമായി വിശ്വസിച്ചു. ദൈവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിലാണ് ഈ 300 ചില ജീവനുകൾ. ആ കൂടാരം ആയിരിക്കുന്ന ആ കൂടാരം, ഇതിന് ഒരനർത്ഥവും സംഭവിക്കുന്നില്ല, ഒരു തിന്മയും ഇതിന്റെ മേൽ ഏശുകയില്ല. കാരണം വചനത്താൽ കവചിതമാണ് ആ ഫ്ലൈറ്റ്. ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, ആ പൈലറ്റ് ശവമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നുവെങ്കിൽ മാറ്റമില്ലാത്ത ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏതെങ്കിലും ഒരു വചനത്തിൽ അടിയുറച്ചു നിൽക്കുന്ന വ്യക്തിയായിരുന്നെങ്കിൽ ഈ ജീവനുകൾ പൊലിയുമായിരുന്നില്ല. എല്ലാം നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞു. പക്ഷേ തമ്പുരാൻ അസാധ്യമായി ഒന്നുമില്ല, കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. പൊന്തിക്കാൻ പറ്റാത്ത ആ ഫ്ലൈറ്റിനെ പൊന്തിക്കുവാനും അത് സുരക്ഷിതമായി തിരിച്ച് ആ എയർപോർട്ടിൽ തന്നെ ലാൻഡ് ചെയ്യുവാനും കർത്താവിന്റെ കരുണ ഒന്ന് മാത്രം മതി എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് തമ്പുരാൻ തന്നു ഇന്നലെ രാത്രി. ഈ ചിന്തയാണ് അമേരിക്കയിലെ ഈ സംഭവമാണ് ഞാൻ എവിടെയോ വായിച്ച് തള്ളിക്കളന്നതാണ്, മറന്നുപോയിരുന്ന കാര്യമാണ്. ഇന്നലെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഇത് ഇവിടെ ഇങ്ങനെ സംഭവിച്ചു? വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ് പറഞ്ഞു. വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല, തകർത്ത് കളയുന്ന ഒരു ദൈവമല്ല, ചേർത്ത് പിടിക്കുന്ന നല്ലയപ്പൻ. യെശയ്യാ പ്രവചനം 54-ാം അധ്യായം കർത്താവ് പ്രഭാതത്തിലെ 3 മണി സമയത്ത് ആ വചനവും തന്ന് കർത്താവ് നമ്മളെ ശക്തീകരിക്കുകയാണ്. 54:7
നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു. നിമിഷ നേരത്തേക്ക്, ശ്രദ്ധിച്ചേ, നിമിഷ നേരത്തേക്ക് ആ ഫ്ലൈറ്റ് താഴേക്ക് തന്നെ പോന്നു. എന്നാൽ വിളിക്കേണ്ടവനെ വിളിച്ചിരുന്നെങ്കിൽ, രക്ഷിക്കുന്നവനെ വിളിച്ചിരുന്നെങ്കിൽ, തുടർന്ന് വചനം പറയുകയാണ്, മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു പിടിക്കും, തിരിച്ചു പിടിക്കും. മഹാകരുണയോടെ. കണ്ടു, ഒരു ഹൃദയം പടഞ്ഞിരുന്നുവെങ്കിൽ, ഒരു ഹൃദയം ഒന്ന് നുറുങ്ങിയിരുന്നെങ്കിൽ അപ്പനത് മാനിക്കുമായിരുന്നു. അയ്യോ, നിമിഷ നേരത്തേക്ക് ഒരുപക്ഷെ സാത്താന് വിട്ടുകൊടുക്കും. നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു. എന്നാൽ മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. പറയുകയാണ്, കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എന്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു. എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കുമെന്ന് നിന്റെ വിമോചകനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിമിഷ നേരത്തേക്ക് മാറ്റി നിർത്തിയാലും, കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് അവന്റെ മുഖമെന്നിൽ നിന്ന് പിൻവലിച്ചാലും, ഞാൻ പറയുകയാണ്, നീ എന്റെ കുഞ്ഞല്ലേ, നീ എന്റെ പൈതലല്ലേ, മഹാകരുണയോടെ നിന്നെ ഞാൻ ചേർത്ത് പിടിക്കും. തകർച്ചയിലേക്ക് ഞാൻ തള്ളിവിടില്ല. ഒരഗ്നികുണ്ഡമായി എരിഞ്ഞടങ്ങുവാൻ തക്കവണ്ണം കരുണയില്ലാത്ത ഒരു ദൈവമല്ല ഞാൻ. കർത്താവ് പറയുക, ഇപ്പോഴത്തെ മക്കളെ ഉണർന്ന് പ്രാർത്ഥിക്കാൻ, വിശ്വാസത്തോടെ വിളിക്കാൻ ഒരാളെങ്കിലും സൊദോം ഗൊമോറ നശിപ്പിക്കാൻ കർത്താവ് തുടങ്ങുമ്പോ നമുക്കറിയാം, അബ്രഹാം ദൈവത്തോട് മല്ലടിക്കുന്നുണ്ട്. കർത്താവ് 10 പേരുണ്ടെങ്കിൽ അവരെ പ്രതി ഞാനത് സൊദോം ഗൊമോറ നശിപ്പിക്കത്തില്ല, തീയും രക്തവും ഇറക്കി ഞാൻ നശിപ്പിക്കത്തില്ല. 10 പേരുണ്ടെങ്കിൽ. അങ്ങനെ അബ്രഹാം തമ്പുരാന്റെ മുമ്പിൽ എളിമയോടെ നിന്നിട്ട്, കർത്താവേ, 1 കുറഞ്ഞാൽ 2 കുറഞ്ഞാൽ 3 കുറഞ്ഞാൽ പറഞ്ഞു 5. തമ്പുരാൻ പറയണ 5 പേരെ പ്രതി ഞാൻ നശിപ്പിക്കത്തില്ല. അത് വന്ന് ഒരു വ്യക്തിയെ പോലും തമ്പുരാന് ഇണങ്ങുന്നതായി അവിടെ ലോത്തും കുടുംബം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ലോത്തും കുടുംബത്തെയും ദൂതന്മാർ ഓടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞാൽ ഒരു വ്യക്തി പോലും അവിടെ, ദൈവത്തിന് സ്വീകാര്യനായ ഒരു വ്യക്തി പോലും, കരുണയ്ക്ക് വേണ്ടി ചങ്ക് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പോലും, ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് സൊദോം ഗൊമോറ തീയും ഗന്ധവും ഇറക്കി നശിപ്പിക്കപ്പെട്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. തമ്പുരാൻ വീണ്ടും വചനത്തിലൂടെ നമ്മോട് പറയുകയാണ്. 54 അധ്യായത്തിന്റെ 1 മുതൽ 10 വരെ തിരുവചനങ്ങൾ, 10 വരെ അല്ല, ശരിക്കും പറഞ്ഞാൽ 17 വരെ തിരുവചനം. ആ ഒരു പാരഗ്രാഫ് മുഴുവനുമാണ് ഈശോ വെളുപ്പിന് 3 മണിക്ക് തന്നത്. അതിന്റെ 10ലേക്ക് വരുമ്പോ
വീണ്ടും പറയുകയാണ്, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു. ഉറക്ക വായിച്ച സ്ക്രീനിൽ നോക്കി. കാരണം എന്താണ്? നിന്നോട് ഞാൻ ശപഥം ചെയ്യുകയാണ്. 9-ാമത്തെ വാക്യത്തിന്റെ സെക്കൻഡ് പാർട്ട്. നിന്നോട് ഞാൻ ഒരിക്കലും കോപിക്കുകയോ നിന്നെ ശാസിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്യുകയാണ്. എന്നിട്ടാണ് പറയുന്നത്, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു. മലകളകന്നു പോകും, കുന്നുകൾ മാറ്റപ്പെടും, എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ട് പിരിയുകയില്ല, എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. ഇനി ആരെങ്കിലും നിന്നെ തകർക്കാൻ നോക്കിയാൽ, നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയാൽ, അവരുടെ കുതന്ത്രങ്ങൾ മുഴുവനും അവിടെ തകർന്നടിയും. 17-20 അങ്ങനെയാ പറയുന്നത്. 56-17 കർത്താവ് അരുളി ചെയ്യുന്നു. എല്ലാവരും ചേർന്ന് വായിച്ചു, ഉറക്കെ വായിച്ചേ. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാകുകയില്ല. നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ, നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന, നിന്റെ വഴികളിൽ മാർഗ തടസ്സമായി ബ്ലോക്ക് ചെയ്യപ്പെടുന്ന തിന്മയുടെ ശക്തികൾ നിനക്കെതിരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആയുധങ്ങളൊന്നും ഫലപ്രദമാകുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും ഞാൻ ഖണ്ഡിക്കുമെന്നല്ല ദൈവം പറയുക, നീ ഖണ്ഡിക്കും. കേട്ടോ, തണുപ്പവർ നീ ഖണ്ഡിക്കും. ദൈവം പറയുകയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവാണ് പറയുന്നത്, നീ ഖണ്ഡിക്കും. കർത്താവിന്റെ ദാസരുടെ പൈതൃകവും എന്റെ നീതി നടത്തലുമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പൈതൽ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയോട് തമ്പുരാൻ പറയുകയാണ്, മോനെ, ഞാൻ വേണ്ട, നിനക്ക് അധികാരം തന്നിരിക്കുന്നു. നിന്റെ ശത്രുക്കളെ നീ വെട്ടി വീഴ്ത്തും, അവന്റെ കുതന്ത്രങ്ങളെ നീ ഖണ്ഡിക്കും. അതിനുള്ള പവർ നിനക്ക് ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മകൾക്ക് എതിരെ തിന്മ പോരാടുമ്പോൾ ഈ വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഏതാ വചനം? യെശയ്യാവിന്റെ 54:17 തിരുവചനം. കണ്ടോ, എത്ര പവർഫുള്ളാണ് ആ വചനം. നിനക്കെതിരെ നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും എന്നിട്ടാണ് പറയുന്നത്, കൂടോത്രം, ആഭിചാര പ്രക്രിയ, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും. അതിനകത്ത് കൂടോത്രം വരില്ലേ? ആഭിചാര പ്രവൃത്തികൾ വരില്ലേ? ചേട്ടാ വരില്ലേ? ഒരായുധവും ഫലപ്രദമാകുകയില്ല. അല്ലേ? എന്താ കാരണം? സംഖ്യ 23:21 എന്താ വചനം? യാക്കോബിന് ആഭിചാരം ഏൽക്കത്തില്ലെന്ന്, ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ ഭരിക്കത്തില്ലെന്ന്. ഇതാരാ പറയുന്നത്? ദൈവമായ കർത്താവ് പറയുകയാണ്. യാക്കോബിന് ആഭിചാരം. ആരാണ് യാക്കോബ്? ഇസ്രായേൽ ആരാണ്? ഇസ്രായേൽ പുതിയ ഇസ്രായേലാണ്. ഹല്ലേലൂയ. ഇപ്പൊ പശ്ചിമേഷ്യയിൽ അടി തുടങ്ങി. ഇസ്രായേല് ഇറാന് അടിക്കുകയാണ്, തകർക്കുകയാണ്, തിരിച്ചും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈ അവസ്ഥ എന്താകുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്തും സംഭവിക്കാം, ലോകത്തിലെന്തും സംഭവിക്കാം. കാരണം നമുക്കറിയാം, ഇറാന് മോശമല്ല അല്ലേ? അറ്റൻ ബോംബ് പോലെ എടുത്ത് ഉപയോഗിക്കാൻ അവര്
മടിക്കത്തില്ല. കാരണം എന്താ? അവർക്ക് ഇഷ്ടം പോലെ സാധനം ഉണ്ട്. ഒരായുധവും നിനക്കെതിരെ ഫലപ്രദമാകുകയില്ല. ഇസ്രായേൽ ദൈവത്തോട് കൂടെയാണെങ്കിൽ ഇസ്രായേലിനെ തകർക്കാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പുതിയ ഇസ്രായേലാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനത എന്നാണ് അർത്ഥം. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനത അഥവാ ദൈവത്തിന്റെ സ്വന്തം ജനത. കേട്ടോ, ഈ ഇസ്രായേലാണ് പുതിയ ഇസ്രായേൽ. പവർ, മനസ്സിലായോ? നല്ല പവറായിരിക്കും, നല്ല പവറിലായിരിക്കും. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട മക്കൾ. അവരെ നോക്കിയിട്ടാണ് കർത്താവ് പറയുന്നത്, നിനക്ക് ആ വിചാരം ഏൽക്കത്തില്ല, ക്ഷുദ്രവിദ്യ ഫലിക്കത്തില്ല. എന്നിട്ട് ഇതെടുപ്പിക്കാൻ നടക്കുകയാണ് നമ്മൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു വചനം കൂടെ കർത്താവ് അത് എസെക്കിയേലാണ്. എസെക്കിയേൽ 33. എസെക്കിയേൽ 33ന്റെ 7. എസെക്കിയേൽ 33ന്റെ 7. മനുഷ്യപുത്ര, എന്താ പറഞ്ഞേ? കർത്താവ് പറയുകയാണ്, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. എന്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എന്റെ താക്കീത് അവരെ അറിയിക്കണം. ഇതാ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൺക്ലൂഡ് ചെയ്യാനായിട്ട് കർത്താവ് തന്ന വചനമാണ്. അതിനു ശേഷം ഇതൊക്കെ തന്നിട്ട്, എന്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ, കണ്ടോ, കർത്താവിന്റെ വചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് കർത്താവ് സന്ദേശമായി നൽകുമ്പോൾ കർത്താവ് പറയുകയാണ്, നീ അതവരെ അറിയിക്കണം. 8-ാം തിരുവചനം, ഞാൻ ദുഷ്ടനോട് ദുഷ്ട, നീ തീർച്ചയായും മരിക്കുമെന്ന് പറയുകയും അവൻ തന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും ചെയ്താൽ അവൻ തന്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. എന്നാൽ അവന്റെ രക്തത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും. ഹല്ലേലൂയ. നീ പറയാതിരുന്നാൽ, ഈ വചനം നീ വായിച്ച് മനസ്സിലാക്കിയിട്ട്, ഈ വചനം നീ ബൈഹാർട്ടാക്കിയിട്ട്, ഈ വചനത്തിന്റെ ശക്തി അഭിഷേകം നീ തിരിച്ചറിഞ്ഞിട്ട് നീ ഇത് പറയാതിരുന്നാൽ, ഒരുവൻ അവന്റെ ദുഷ്ടതയിൽ, അവന്റെ പാപത്തിൽ നിനക്കറിയാവുന്ന വ്യക്തിയാണെങ്കിൽ അവൻ മരിച്ചാൽ, അവൻ നശിച്ചാൽ, അവന്റെ നാശത്തിന് നീ കാരണഭൂതനാകും. ഇവിടെയാണ് സാക്ഷ്യത്തിന്റെ പ്രസക്തി കിടക്കുന്നത്. ഇവിടെയാണ് ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി ഞാനും നിങ്ങളും സാക്ഷികളാകണം, സാക്ഷ്യം വഹിക്കണം എന്ന് പറയുന്നതിന്റെ വലിയ പ്രശസ്തി കിടക്കുന്നത് ഇവിടെയാണ്. നീ ഇത് പറയണം, നീ ഇത് അറിയിക്കണം. അങ്ങനെ നീ അറിയിച്ചാൽ, നീ അറിയിച്ചത് കൊണ്ട് നീ നിന്റെ ജീവനെ രക്ഷിക്കും. നീ രക്ഷയിലേക്ക് പോകും. നീ പറഞ്ഞിട്ട് അവനത് അനുസരിക്കുകയും കേൾക്കാത്തത് കൊണ്ട് അവൻ നശിക്കും. പറഞ്ഞതുകൊണ്ട് നീ ജീവിക്കും. കണ്ടോ? അങ്ങനെയല്ലേ അവിടെ പറയുന്നേ? 9-ാമത്തെ തിരുവചനം, ദുഷ്ടനോട് തന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ താക്കീത് കൊടുത്തിട്ടും അവൻ പിന്തിരിയാതിരുന്നാൽ അവൻ തന്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയാണ് ഞാൻ പറഞ്ഞതുപോലെ സാക്ഷ്യത്തിന്റെ ജീവിതം കർത്താവ് എടുത്തു കാണിക്കുകയാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് അഭിമാനിച്ചങ്ങനെ ഇരിക്കുക. അതിന്റെ പൂർത്തീകരണത്തിലേക്ക് രക്ഷ വരണമെങ്കിൽ, നിത്യത സ്വന്തമാക്കിയെന്ന് ചങ്കത്ത് കൈവച്ച് എനിക്ക് അവകാശപ്പെടാൻ കഴിയണമെങ്കിൽ ഈ വചനം എന്നിൽ നിവൃത്തിയായിരിക്കണം. ജോസേട്ടാ, ഈ വചനം നമ്മിൽ പൂർത്തിയായിരിക്കണം. തിരിച്ചറിഞ്ഞിട്ട് ഇത് പറയാതിരുന്നാൽ തമാശല്ല കേട്ടോ. ഈ വചനത്തിന്റെ ശക്തി ഭയങ്കരമായ ഒരു താക്കീതാണിത്. യേശു കർത്താവാണെന്ന് അവരും കൊണ്ട് ഏറ്റു പറയുന്നുണ്ടായിരിക്കാം. യേശുവാണ് ഏകരക്ഷകനെന്ന്, യേശുവിലൂടെ അല്ലാതെ എനിക്കും നിനക്കും രക്ഷയില്ല എന്ന് പറയാൻ, അതും ഇത് അറിയാത്ത മക്കളോട് പറയാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. യേശു കർത്താവ് ഉദ്ധാനം ചെയ്തതെന്നും അവരക്ഷണമെന്നൊക്കെ ആർക്കും അറിയാം, അല്ലേ? ക്രിസ്ത്യാനിക്ക് മുഴുവനും അറിയാം. പക്ഷെ ഇത് അറിയാത്തവരോട് പറയുന്നുണ്ടോ എന്നുള്ളതാണ്. പറയുന്നില്ലെങ്കിൽ, പറയാത്തത് കൊണ്ട് നീ നശിക്കും, കേൾക്കാത്തത് കൊണ്ട് അവനും നശിക്കും. പറഞ്ഞതുകൊണ്ട് നീ രക്ഷ പ്രാപിക്കും, നീ പറഞ്ഞിട്ട് അത് കേൾക്കാത്തത് കൊണ്ട് അവൻ നശിക്കും. കേട്ടോ, വചനം പോകുന്ന പോക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും ഈ രക്ഷയെ കുറിച്ച്, രക്ഷകനെ കുറിച്ച് ഞാൻ പറയും. നമ്മളൊരു എത്ര നാൾ നമുക്കുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. പലരും പറയുന്നത് കുറച്ചുകൂടെ കഴിയട്ടെ, നാളെ ആകട്ടെ, അടുത്ത ആഴ്ച ആകട്ടെ, അടുത്ത മാസം ആകട്ടെ, ഞാൻ കുറച്ചുകൂടെ വചനം പഠിക്കട്ടെ, ബൈബിള് കുറച്ചൊന്ന് വായിച്ച് തീർക്കട്ടെ. ഈ ബൈബിള് വായിച്ച് തീരുന്നേരം നിന്റെ ആയുസ് നിൽക്കുമെന്ന് ആര് കണ്ടു? അതിന്റെ നേർ സാക്ഷ്യങ്ങളെ നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഇന്നലെ ഇല്ലേ എരിഞ്ഞു തീർന്നത്, ഒരു തീകോളമായി മാറിയത്, തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ആ രഞ്ജിതായുടെ ആ കുഞ്ഞുങ്ങൾ കിടന്ന് കരയുന്ന കാണുന്നു. അതെന്നിട്ട് 4 ദിവസത്തെ അവധിക്ക് വന്നവളാണ്. 4 ദിവസത്തെ അവധിക്ക്, അല്ലേ? ഒരു ഡോക്യുമെന്റ് ഒപ്പിടാൻ വേണ്ടി മാത്രം. അത് അവരുടെ അവസാന ഒപ്പായിരുന്നു, അവസാന യാത്രയായിരുന്നു. ഭർത്താവ് പോലെ വിട്ടിട്ട് പോയതാണ്. കഷ്ടപ്പെട്ടൊരു വീട് പണിതതിന്റെ പണി ഏതാണ്ട് 80% പൂർത്തിയായി. പണിക്കാരോട് ഗുഡ് ബൈ പറഞ്ഞ് അടുത്ത വർഷം ഞാൻ വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അടിച്ച് പൊളിച്ച് പാല് കാച്ചി കയറി കൂടണം, നിങ്ങളെയൊക്കെ വിളിക്കാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ടാറ്റയും കൊടുത്ത് പോയ കുഞ്ഞാണ്. തിരിച്ചു പിന്നെ പോകുന്നില്ല. അടുത്ത വർഷം വന്ന് കയറി താമസം കഴിഞ്ഞ് പിന്നെ സർക്കാർ ജോലിയിലേക്ക് കയറുകയാണ്. ഇവിടെ 5 വർഷത്തിൽ ലീവ് എടുത്ത് പോയതാണ്. മിഡിൽ ഈസ്റ്റിലായിരുന്നു. പക്ഷേ ഈ വീടിന്റെ ഭാരിച്ച ചെലവ് അത് താങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് UK പോയത്. പ്രിയമുള്ളവരെ, നമുക്ക് അറിയത്തില്ല തൊട്ടടുത്ത നിമിഷം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് മനസ്സാന്തരപ്പെടുക. യേശു കർത്താവിന് നമ്മുടെ ഹൃദയത്തിന്റെ നാഥനായി, രാജാവായി നമ്മുടെ ഹൃദയത്തിൽ പൂജിക്കുക, അവനെ ആരാധിക്കുക, അവനോട് കൂടെ ആയിരിക്കുക. ഞാൻ ഏതാണ്ട് 12 പരം പ്രാവശ്യം ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട്. 91 മുതൽ ഫ്ലൈറ്റിൽ കയറുമ്പോ അറിയാതെ നമ്മിൽ നിന്ന്
പ്രാർത്ഥനകൾ ഉയരും. നമ്മൾ പോലും അറിയാതെ. കാരണം സകല പിടിയും വിട്ട കേസാണ്. കരയിൽ കിടപ്പുള്ളതാണെങ്കിൽ എവിടെയും തട്ടിമുട്ടിയൊക്കെ നിൽക്കുമെന്ന് വിചാരിക്കാം. ഇത് എവിടെ തട്ട, എവിടെ മുട്ട? ഒരു പ്രാവശ്യം 93 ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന്, റിയാദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നേരെ കൊളംബോയിൽ ഫ്ലൈറ്റ്. ശ്രീലങ്കൻ എയർലൈൻസ് ആണ്. ഏറ്റവും വില കുറഞ്ഞ ടിക്കറ്റ് നോക്കിയെടുത്തതാണ്. കൊളംബോ ടു ട്രിവാൻഡ്രം പിന്നെ ബൈക്കാണ് ടാക്സി. 5 മണിക്കൂർ. റിയാദ് ടു കൊളംബോ 5 മണിക്കൂർ. ഒരു 35,000 അടി ഉയരത്തിലിങ്ങനെ വളരെ സ്മൂത്തായിട്ട് ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 35,000 അടിയായി കഴിഞ്ഞാൽ അപ്പോൾ അലോൺസ് വരും. നമുക്ക് ബെൽറ്റൊക്കെ റിമൂവ് ചെയ്യാം, അത്യാവശ്യം എണീറ്റ് നടക്കാം, ടോയ്ലറ്റിൽ പോവാം. അങ്ങനെ അപ്പോൾ എല്ലാവരും ബെൽറ്റൊക്കെ റിമൂവ് ചെയ്തു. റിലാക്സ്ഡ് ആവേണ്ടവർക്ക് ചെറിയ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്, ബിയറൊക്കെ ഉണ്ട്, വൈനൊക്കെ ഉണ്ട്. അത്യാവശ്യം എൻജോയ് ചെയ്ത് അങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ ട്രോളിയിൽ വന്ന് പലരും മേടിച്ച് കുടിക്കുന്ന സമയത്ത് പറഞ്ഞ് ഒരൊറ്റ താളിലാണ് ഫ്ലൈറ്റ്. ഒരൊറ്റ താളില് ബലൂണിന്റെ കാറ്റ് അടിച്ചു കൊടുക്കുന്ന പോലെ ഒരൊറ്റ താളില് ഞാൻ എന്റെ അമ്മേന്ന് പറഞ്ഞു. സംഭവം എയർ പോക്കറ്റിൽ വീണതാണ്. പെട്ടെന്ന് അലോൺസ് ബെൽറ്റ്, സീറ്റ് ബെൽറ്റ് ഇടാൻ. സീറ്റ് ബെൽറ്റ് ഇട്ടു. ക്യാബിൻ ക്രൂ ഒക്കെ ഓടി. ട്രോളി കൊണ്ടുവന്ന ട്രോളി അതുപോലെ അകത്തേക്ക് പോയി. ഒരു 3-4 പ്രാവശ്യം അതുപോലെ ഈ എയർ പോക്കറ്റില് വീണു. അത് ആദ്യത്തെ പ്രാവശ്യം വീണപ്പോ പിന്നീട് അലോൺസ് 10,000 അടി താഴേക്ക് ആ ഫ്ലൈറ്റ് വന്നു. 10,000 അടി, 35,000 അടിയിൽ നിന്ന് 25,000 അടിയിലേക്ക് ആ ഫ്ലൈറ്റ് വന്നു. ആ ഫ്ലൈറ്റിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ അത് പൊങ്ങത്തില്ല. ഞാൻ നേരെ, കാരണം അത്രമാത്രം വെയിറ്റ് ഉണ്ടതിന്. ഏറ്റവും കൂടുതൽ ലഗേജ് താഴുന്ന അതിന്. അതുകൊണ്ടൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അന്ന് 45 കിലോ ഒരു വ്യക്തിക്ക് കൊണ്ടുവരാം. പിന്നെ ഹാൻഡ് ക്യാരി 7 കിലോ, അത് വേറെ. അത്രയും വെയിറ്റും വെച്ചുകൊണ്ട് ഇത് പൊങ്ങത്തില്ല ചില ഫ്ലൈറ്റുകൾ. അങ്ങനെയൊക്കെ വരുന്നതാണ്. നേരെ ഇത് നമുക്ക് പറ്റിയത് തന്നെയാണ്. ഇവിടെ നമ്മുടെ ഇന്ത്യൻ എയർലൈൻസ് പൊങ്ങിയില്ല എന്നുള്ളത്, പൊക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പൊങ്ങിയ ഫ്ലൈറ്റ് നേരെ താഴേക്ക് പോകും. അതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. എഞ്ചിൻ തകരാറാണോ, പക്ഷി വന്നിടിച്ചതാണോ? പക്ഷി ഇടിച്ചതാണെങ്കിൽ 2 എഞ്ചിനുണ്ടെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. എഞ്ചിൻ തകരാറായിരിക്കാം. കാരണം കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഈ സെയിം ഫ്ലൈറ്റ് കംപ്ലൈന്റ് ആയിട്ട് തിരിച്ചിറക്കി വേറെ ഫ്ലൈറ്റിൽ ആൾക്കാരെ കയറ്റി വിട്ടതിന്റെ 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് കംപ്ലൈന്റ് ഒക്കെ പരിഹരിച്ചാണ് വീണ്ടും അത് ഫ്ലൈ ഇടാൻ തുടങ്ങിയത്. എന്താണെന്നും നമുക്കറിയില്ല. ഞാൻ പറഞ്ഞത് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. നമ്മള് കർത്താവിനോട് കൂടെ ആയിരിക്കുക, തമ്പുരാനോട് കൂടെ ആയിരിക്കുക. ഇത് സംഭവിച്ചാൽ പോലും, ഒരു അപകടം സംഭവിച്ചാൽ പോലും, ഒരു മരണം സംഭവിച്ചാൽ പോലും ഞാൻ എൻ്റെ ദൈവത്തോട് കൂടെയാണെന്നുള്ള 100% ഉറപ്പും വിശ്വാസവും എന്നിലുണ്ടെങ്കിൽ എവിടെയായിരിക്കും? ഇന്നലെ ആ മരണപ്പെട്ട മക്കൾ ആർക്കെങ്കിലും എനിക്ക് തോന്നുന്നില്ല ആ ഒരു പ്രത്യാശ ലഭിച്ചിട്ടുള്ളത്. അത്ഭുതകരമായിട്ട് ഒരാൾ മാത്രം തെറിച്ചുപോയി, എമർജൻസി എക്സിറ്റിലൂടെ തെറിച്ചുപോയി അല്ലെ? ആ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. അതൊരു മിറാക്കിളാണ് പ്രേമകളെ. അതുകൊണ്ട് നമ്മുടെ ജീവിതം, കൊച്ചു ജീവിതം തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഈ 1ാം സ്ഥാനം തമ്പുരാന് കൊടുക്കുക, കർത്താവിന് കൊടുക്കുക, എൻ്റെ ദൈവത്തിന് കൊടുക്കുക.
വേറെ എത്ര വലിയ പ്രശ്നം വന്നാലും, നമ്മളെ അലട്ടുന്ന എന്ത് സംഭവം ഉണ്ടെങ്കിലും അതൊന്നാം സ്ഥാനം കർത്താവിന് കൊടുത്തിട്ട് അവനെ ആരാധിക്കുന്നതിൽ ഒട്ടും പിന്നോട്ട് പോകാതെ നമ്മുടെ സമയവും സൗകര്യങ്ങളും എല്ലാം ഒന്നാമതായി അവന്റെ ആരാധനയ്ക്കായി നമ്മൾ മാറ്റണം. ബാക്കിയെല്ലാം അവൻ തന്നുകൊള്ളും. ഒരു സംശയവും വേണ്ട, തന്നുകൊള്ളും. അവനോട് കൂടെ ആയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എണീറ്റേക്കാം. നമ്മൾ താഴ്ത്തി സമർപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ദൈവം നൽകിയ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ഇത്രത്തോളം നമ്മളെ പരിപാലിച്ച, വഴി നടത്തിയ ദൈവം, സംരക്ഷിച്ച ദൈവം, നമ്മുടെ പാദങ്ങളിൽ തട്ടാതെ തമ്പുരാൻ നമ്മളെ വഴി നടത്തി എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങളും നന്മകളും കൊണ്ട് അവിടെ നമ്മളെ നിറച്ചു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനർത്ഥങ്ങളും തകർച്ചകളും ദുരിതങ്ങളും വലിയ ആക്സിഡന്റും വലിയ ഇതുപോലുള്ള മരണങ്ങളൊക്കെ കാണുമ്പോൾ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, നീ എത്രത്തോളമാണ് ഞങ്ങളെ സംരക്ഷിച്ച് ഞങ്ങളെ പരിപാലിക്കുന്നത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ഒരു യോഗ്യതയുമല്ലപ്പ, ഞങ്ങളുടെ ഒരു കഴിവുമല്ല, നിന്റെ മഹാദയയും കരുണയുമാണ്. എനിക്ക് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. നൽകിയതും നൽകിക്കൊണ്ടിരിക്കുന്നതും ഇനി നൽകാനിരിക്കുന്നതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. എത്രത്തോളം നീ വഴി നടത്തി, ഒന്നുമില്ലായ്മത്തോളം ഞങ്ങൾ ഉയർത്തി. ഞങ്ങളുടെ ഒരു യോഗ്യതയുമല്ലപ്പ, ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇപ്പോഴേ തകർന്നു പോകേണ്ട ജീവിതമാണ് ഞങ്ങളുടെ. അവിടുത്തെ മഹാകാരുണ്യം ഞങ്ങളെ താങ്ങി നടത്തി. നന്ദിയോട് ഞങ്ങൾ സ്തുതിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ആത്മാവ്, മനസ്സ്, ശരീരം എല്ലാം ഞങ്ങൾ സമർപ്പിക്കുകയാണ് നിമിഷം. പ്രത്യേകിച്ച് ഞങ്ങളുടെ ശരീരത്തിന്റെ രോഗപീഠനങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നിന്റെ വചനം ഞങ്ങളെ സുഖപ്പെടുത്തുന്ന, ദൈവശക്തി നിറഞ്ഞു നിൽക്കുന്ന, ദൈവിക ജീവൻ നിറഞ്ഞു നിൽക്കുന്ന നിന്റെ വചനം, അത് ഞങ്ങളുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും സൗഖ്യമായ മാറട്ടെ. വചനം ഞങ്ങൾ ഓർക്കുന്നു. ലൂക്കാ 19 സങ്കീർത്തനം 107:20 നീ വചനമയച്ച് സുഖപ്പെടുന്നതും നിന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അത്ഭുതകരമായ സൗഖ്യത്തിലേക്ക് നീ നയിക്കുന്നതും നിന്റെ വസ്ത്രാചലത്തിൽ ഒന്ന് തൊട്ടതേയുള്ളൂ, രക്തസ്രാവക്കാരി സ്ത്രീ സുഖപ്പെട്ടു. എന്റെ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തിന്റെ രോഗപീഠനങ്ങളെ ഇതാ സമർപ്പിക്കുകയും ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നുവെന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളോട് അറിയിച്ചിരിക്കുന്ന തമ്പുരാനെ, ആ വചനത്തിന്റെ അഭിഷേക ശക്തി
പുറപ്പാട് 15:26 വചനത്തിന്റെ അഭിഷേക ശക്തി ഞങ്ങളിലേക്ക് ഇറങ്ങട്ടെ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. എബ്രായർ 13:5 ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ഞാൻ നിന്റെ അടുക്കലേക്ക് വരും. കർത്താവേ, ഈ വചനത്തിന്റെ അഭിഷേക ശക്തി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അനീഷമുള്ളിലേക്ക് ഇറങ്ങി വരട്ടെ. കർത്താവേ, ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള നൽകിയിരിക്കുന്ന ഉദരഫലം, നീ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഉദരഫലം, കർത്താവേ, നിന്റെ വചനത്തിന്റെ അഭിഷേക ശക്തി കർത്താവേ അവളിലേക്കും അവളുടെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിലേക്ക് ശക്തമായി ഇറങ്ങട്ടെ. അപേക്ഷിച്ചു, അമ്മ, ഞാൻ എല്ലാ പ്രാർത്ഥനയിലും പങ്കെടുക്കുന്നുണ്ട്. എനിക്ക് സമാധാനമായിട്ട് എൻ്റെ കാലിൽ നിൽക്കാൻ പറ്റുന്നില്ല. എന്താണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അത് കഴിഞ്ഞ് ഞാൻ ചന്ദ്രചേട്ടനെ അറിയാമോ? എല്ലാവർക്കും അറിയാത്തവരുണ്ടോ? അറിയാത്തവരുടെ കൈ ഉയർത്തിക്കേ. ഇത് ചന്ദ്രചേട്ടനാണ്, അക്രൈസ്തവ സഹോദരനാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. ഇനി പറഞ്ഞത് ചേട്ടാ. എന്നിട്ട് അമ്മയോട് എന്നെ അപേക്ഷിച്ചു, എനിക്ക് എൻ്റെ കാലിൽ നിൽക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ക്ഷീണിതനാവുകയാണ്. എന്താണ്, സാത്താൻ എന്നെ പിടിക്കുകയാണോ അതോ ഈശോയുടെ അടുത്തേക്ക് അടുപ്പിക്കുകയാണോ? എന്താണെന്ന് എനിക്കൊരു രൂപം തരണമെന്ന് പറഞ്ഞു. എന്തോ പറഞ്ഞ് തീർന്നു കഴിഞ്ഞ് 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ യാതൊരു വേദനയില്ല. ഞാൻ അസ്വസ്ഥനായിട്ട് നിന്ന് ഞാൻ നല്ല ഹാപ്പിയായിട്ട് അമ്മയുടെ അടുത്തേക്ക് നന്ദിയും പറഞ്ഞു. എനിക്ക് ഈ അവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ പ്രാർത്ഥിക്കാൻ വന്നാണ്, എനിക്ക് നല്ല ആരോഗ്യവാനായിട്ട് ഇവിടെ നിൽക്കാനുള്ളത് തരണം. പക്ഷേ അത് ഇവിടെ വന്ന് നിന്നു, ഇരുന്നു, മുട്ടുകുത്തണോ എല്ലാം സാധിക്കും. അത് മറക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമില്ല. അടുത്ത ദിവസം നടന്നൊരു സംഭവമാണ്. ഞാൻ ചെറിയൊരു ഫാം നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ തീറ്റ കൊണ്ടുപോയി തന്നുകൊണ്ടിരുന്നവന്മാർക്ക് ഈ ഫാമിന് ഷെയർ കൂടണം. ഞാൻ പറഞ്ഞു, അത് നടക്കില്ല. എൻ്റെ ഫാം ഒരു പന്നിയുള്ളെങ്കിലും നിങ്ങൾ ഇപ്പം ഇറക്കുന്ന തീറ്റ ഇറക്കിയോ അതിൻ്റെ കാശ് തന്നിരിക്കും, അല്ലാണ്ട് ഷെയർ കൂടാനും ഇങ്ങോട്ട് വരണമെന്ന്. ഈ പിണ്ടാപ്രാണികളെ അവന്മാർ 3 ദിവസം പട്ടിണിക്കിടാനുള്ള വഴി നോക്കി. അപ്പോൾ അമ്മയോട് ഞാൻ മുട്ടി പ്രാർത്ഥിച്ചു, അമ്മേ, മിണ്ടാപ്രാണികളാണ്, നിങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ ചക്കയല്ലാണ്ട് വേറെ ഒന്നുമില്ല. അത് വലിച്ചെടുത്ത് ഞങ്ങൾ രണ്ടുപേരും വെട്ടി ഇട്ടുകൊടുക്കും. അങ്ങനെ 3 ദിവസം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സാധനം, അതായത് ഇവർക്ക് ഞാൻ കൃത്യമായിട്ട് പൈസ 1-ാം തീയതി അവർ വന്നാൽ ആ നിമിഷം കൊടുക്കുകയാണ്, കംപ്ലീറ്റ് പൈസ. ഒരു പൈസ കടം പറഞ്ഞിട്ടില്ല. 2 വർഷമായിട്ട് ഒരു പൈസ ഞാൻ കൊടുക്കാനില്ലായിരുന്നു. എന്നിട്ടാണ് അവരെന്നോട് ഈ ഇത് കാണിച്ചത്. ഞാൻ അമ്മയോട് മുട്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു, ചേട്ടാ, വണ്ടി അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങളുടെ വണ്ടിയല്ലേ ഇവിടെ വന്നുകൊണ്ടിരുന്നത്, നിങ്ങളുടെ വണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് ആ വണ്ടി കയറിയില്ലെങ്കിൽ കയറ്റി വിടാറില്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ ശരിയാണ്, പക്ഷെ ഞങ്ങളുടെ വണ്ടിക്ക് കംപ്ലൈൻറ്റ് വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വണ്ടിക്ക് കംപ്ലൈൻറ്റ് കൂടുകയുള്ളൂ, കുറയില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന് നല്ല മനസ്സ് നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. ചന്ദ്രചേട്ടൻ എവിടെയാണ്? ഞാൻ വീട്ടിലുണ്ട്, ഞാൻ അങ്ങോട്ട് വരട്ടെ. ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. മനസ്സിലായി, കൊച്ചു പോരെന്ന് പറഞ്ഞു. അവൻ
കൃത്യമായിട്ട് വന്നിച്ച് എന്നോട് പറഞ്ഞു, ചേട്ടാ ഞാൻ തീറ്റ തരാം, എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ഈ കൊണ്ടുവന്ന തീറ്റയുടെ കൂട്ടത്തിൽ ഇച്ചിരി വേസ്റ്റൊക്കെ ഉണ്ടാവും, അതിലൊന്ന് അവിടെ ഇട്ട് കത്തിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ഇത് ചെയ്യാനുള്ള ഒരു സംവിധാനം ചെയ്തു തരും. വേറെ വ്യക്തിയാണോ? ആ ആളല്ല, വേറൊരു വ്യക്തിയാണ് വിളിച്ചത്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇത്രയാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ ഭൂമിയല്ല, ഇത് മറ്റൊരാളുടെയാണ്. അവരോട് അനുവാദം മേടിച്ചിട്ട് ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു. ഞാൻ നമ്മുടെ കൂട്ടുകാരനെ വിളിച്ചേച്ച് പറഞ്ഞു, ഇന്ന മാതിരി ഒരു സംഭവമുണ്ട്, നമ്മുടെ തീറ്റ തന്നുകൊണ്ടിരുന്നവന്മാർ നമ്മൾ പറ്റിക്കുകയാണ് ചെയ്തത്, അവർക്ക് നമ്മുടെ ഫാമിന് ഷെയർ കൊടുത്താൽ തീറ്റ ഇറക്കാമെന്നാണ് പറഞ്ഞത്. അതിന് ഞാൻ സമ്മതിച്ചിട്ടില്ല. സമ്മതിക്കണ്ട, നമ്മൾ വേറെ ഇപ്പം എത്ര രൂപയായാലും എത്ര ഇത് വന്നാലും അവർക്ക് ഷെയർ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ചന്ദ്രചേട്ടന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് എന്തെങ്കിലും വഴികൾ നോക്കാം. ഞാൻ പറഞ്ഞു, ബുദ്ധിമുട്ടൊന്നുമില്ല, ഇങ്ങനെ ഒരു പയ്യൻ കയറി വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നമുക്ക് ദോഷമില്ലാത്ത രീതിയിൽ എന്തുകൊണ്ട് ചെയ്തോളാം. അങ്ങനെ ഞാൻ ബ്രദറിൻ്റെ അടുത്ത് വിവരം പറഞ്ഞു, പിന്നെ അതിന് അപ്പോൾ ബ്രദർ പറഞ്ഞു, നാളെ ഉച്ചയ്ക്ക് മുമ്പ് തീരുമാനമാകുന്നു. അത് കൃത്യമായിട്ട് സംഭവിച്ചു. അങ്ങനെ ഇപ്പോൾ ആ പയ്യൻ ഇന്നിപ്പം തീറ്റയ്ക്ക് പോയിരിക്കുകയാണ്. സംഗതി ഇന്ന് രാത്രി 12 മണിക്ക് ആവും വരുമ്പോൾ അവരിങ്ങടെ കൂടി അന്നേരം പറയും, ഞാനിങ്ങടെ കൂടാൻ ചേട്ടൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാ, ഞാനിങ്ങടെ തീറ്റ കൊടുക്കാൻ കൂടാ എന്ന് പറഞ്ഞാൽ പയ്യൻ ഇപ്പം സഹായിക്കുകയാണ്. കണ്ടോ, ഇത് തമ്പുരാനോട് നമ്മൾ ചേർന്ന് വിശ്വാസമാണ്. ഇത് വിശ്വാസമാണ്. വിശ്വാസത്തിന്റെ തലത്തിലാണ് കർത്താവ് ഇടപെടുക, പ്രവർത്തിക്കുക. ഞാൻ നല്ല മനസ്സായിട്ട് അമ്മയെ വിളിച്ചു. പക്ഷേ അമ്മേനെ വിളിക്കാനാണ് ഇപ്പോഴും എൻ്റെ മനസ്സ് വേവലാതിപ്പെടുന്നത്. എന്ത് ദുഃഖം വന്നാലും അമ്മയെ ആദ്യമേ വിളിക്കുന്നത്. അത് തെറ്റാണോ? അല്ല, അത് അമ്മയെ നമ്മൾ വിളിക്കുമ്പോഴും ഓക്കെ ചെന്നല്ലോ. ഓക്കെ, അമ്മയെ നമ്മൾ വിളിക്കുമ്പോഴും അവിടെ പ്രവർത്തിക്കുന്നത് കർത്താവാണ്. മനസ്സിലായോ? നമ്മൾ അമ്മയുടെ മാധ്യസ്ഥം നേടുന്നു, അവിടെ പ്രവർത്തിക്കുന്നത് ജീവനുള്ള ദൈവമാണ്, കർത്താവാണ്, യേശുവാണ്. കാരണം അമ്മ ആ നിമിഷം തന്നെ പുത്രനോട് യാചിക്കണം, മോനെ നമ്മൾ കാണുന്നതാണ്, യോഹന്നാൻ നടി കാണുന്നതാണ്, അവർക്ക് വീഞ്ഞില്ല മോനെ, അത്രേ കൊടുക്കുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് 3 വിരുന്നുകാർ വന്നിട്ടുണ്ട്. വിരുന്നുകാരെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ആനയാണ്. ഏറെക്കുറെ തൊട്ടടുത്ത് 3 ആനകൾ വന്നിട്ടുണ്ട്. പോയ വാർത്ത തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ വീട്ടിലേക്ക് പോകാനുള്ള രാത്രിയിലുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ. എന്നാലും ഞാൻ തന്നെയാണെങ്കിൽ എനിക്ക് പേടിയൊന്നുമില്ല. കൂട്ടത്തിന് ആളുണ്ടെങ്കിൽ എനിക്ക് പേടിയാണ്. പേടിക്കണ്ട. ആനയെ സൃഷ്ടിച്ചവനാണ് നമ്മുടെ കൂടെ. ആനയുടെ സൃഷ്ടാവാണ് നമ്മുടെ കൂടെ. അതുകൊണ്ട് നമ്മൾ പേടിക്കണ്ട. നമ്മുടെ വിശ്വാസത്തോടെ തന്നെ നമ്മൾ പോകുക, പ്രാർത്ഥനയോടെ തന്നെ പോകുക. വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രദറെ ഇതൊരു സംഭവമുണ്ട്, സംഗതി പേടിക്കേണ്ട രീതിയിലൊന്നും വന്നിട്ടില്ല, പക്ഷേ അടുത്തേക്ക് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സാരമില്ല, ധൈര്യമായിട്ട് പോലെ. പിന്നെ മഴ നല്ലപോലെ പെയ്താൽ ഒരു ചപ്പാത്തുണ്ട്, ആ ചപ്പാത്ത് കിടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ചെറിയ വീടുണ്ടാക്കിയാണെങ്കിലും മാറണം എന്നുള്ള മനസ്സിലൊരാഗ്രഹം. എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് വെച്ചാൽ അത് സാധിക്കുന്നില്ല. ഓക്കെ, അത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതിൽ ആ വിഷയം നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് കൂട്ടായ്മ എടുക്കുന്നുണ്ട്. ഒരു ഭവനം മറ്റൊരു ഇടത്തിലേക്ക് അല്പം കൂടി സൗകര്യമുള്ള സ്ഥലത്തേക്ക്, അല്ലെ, ജോബിൻ്റെ ഭാഗത്തേക്കാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ജോബിൻ്റെ മരിയുന്ന ആ ഭാഗത്തേക്ക് അല്പം സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക്. നമുക്കറിയാം, നമ്മൾ ആദ്യം പോയതാണ്, അല്ലേ? ദിവസം നിങ്ങളാണ് നമ്മൾ ചന്ദ്രൻ്റെ വീട്ടിൽ പണ്ട് ചേച്ചി വിലാസിച്ച് നടന്നപ്പോൾ നമ്മൾ പോയതും പ്രാർത്ഥിച്ചതൊക്കെയാണ്. ഇത്തിരി ഇടങ്ങേറ് പിടിച്ചൊരു സ്ഥലമാണ്, വണ്ടിയൊന്നും ഇറങ്ങി ചെല്ലത്തില്ല മനസ്സിലാണ്. അപ്പോൾ അത് ഇതൊരു വിഷയമായിട്ട് അമ്മയ്ക്ക് കൊടുത്ത് നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ ചന്ദ്രചേട്ടൻ, എല്ലാവരും എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടിയും, നമുക്കെല്ലാം വീടില്ലാത്ത എല്ലാവർക്കും വേണ്ടിയും, വീടിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക.